നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പി കേന്ദ്ര നേതൃത്വം നിർണായകമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇപ്രാവശ്യമെങ്കിലും താമര വിരിയിക്കാനാകും എന്ന പ്രതീക്ഷയോടെ പല മണ്ഡലങ്ങളും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് ബി.ജെ.പി കളത്തിലിറക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് തിരുവനന്തപുരമാണ്. അവിടെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി. അങ്ങനെ ചില മണ്ഡലങ്ങൾ ജയിക്കാനാകും എന്ന പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട് ബി.ജെ.പി. ഇപ്പോഴിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ A+ മണ്ഡലങ്ങളുടെ പട്ടികയിൽ ആലപ്പുഴയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിൻ്റെതാണ് ഈ ഒരു തീരുമാനം. പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്തെന്ന നിഗമനത്തിലാണ് പാർട്ടി ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. A+ മണ്ഡലമാകുന്നതോടെ പ്രചാരണത്തിന്റെ ചുമതല കേന്ദ്ര നേതൃത്വം ഏറ്റെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിലെത്താൻ സാധ്യത കൂടുതലാണ്. അടുത്ത ദിവസം തന്നെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ആലപ്പുഴയിൽ പ്രചാരണത്തിനെത്തും. പ്രധാനമന്ത്രിയും ആലപ്പുഴയിൽ എത്തുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് കേരള പദയാത്രയുടെ അവസാന ദിവസം അദ്ദേഹം എത്തിയിരുന്നു. അതിനുശേഷം പത്തനംതിട്ടയിൽ എത്തിയിരുന്നു. പാലക്കാടും പ്രചാരണത്തിനായി മോദി എത്തിയിരുന്നു. ഇനി ആലപ്പുഴയിലേക്ക് അദ്ദേഹം എത്തുമോ എന്നാണ് ഇവർ ഉറ്റുനോക്കുന്നത്. മണ്ഡലത്തിന്റെ ചുമതല ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപനാണ്. മാവേലിക്കര മണ്ഡലത്തിന്റെ ചുമതലയുള്ള ബി.ജെ.പി ജില്ലാ അധ്യക്ഷൻ M.V. ഗോപകുമാറിനെയും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിനായി നിയോഗിച്ചിരിക്കുകയാണ്. ബൂത്ത് തല ഏകോപനത്തിനുള്ള ചുമതല RSSനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ക്ലസ്റ്റർ ചുമതലക്കാരനായി ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിൽ ബി.ജെ.പിയുടെ 7ാം A+ മണ്ഡലമാണ് ആലപ്പുഴ. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, തൃശ്ശൂർ, പാലക്കാട് എന്നിവയായിരുന്നു ഇതുവരെ സംസ്ഥാനത്ത് ബി.ജെ.പി A+ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന മണ്ഡലങ്ങൾ. ആലപ്പുഴയിൽ വോട്ട് വിഹിതത്തിൽ വൻ വർധനവാണ് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നത്. 2019 ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും ബി.ജെ.പിക്ക് വോട്ട് വർദ്ധിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയ്ക്കെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുസ്ലിം ലീഗിന്റെ വിചാരധാരകൾ നിറഞ്ഞതാണ് കോൺഗ്രസ് പ്രകടന പത്രികയെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. സ്വാതന്ത്ര്യ സമരകാലത്ത് ലീഗിൽ നിലനിന്നിരുന്ന ചിന്താഗതിയാണ് പ്രതിഫലിക്കുന്നത്. അവശേഷിക്കുന്ന ഭാഗം ഇടതുപക്ഷത്തിന്റെ നിലപാടുകളെന്നും മോദി വ്യക്തമാക്കി. രാഷ്ട്ര നിർമ്മാണത്തിനുള്ളൊരു നിർദ്ദേശവും കോൺഗ്രസിന് സ്വന്തമായി ഇല്ല എന്ന് ആരോപിച്ച അദ്ദേഹം ഈ പ്രകടന പത്രികയുമായി രക്ഷപ്പെടാൻ കോൺഗ്രസിനാകില്ലെന്നും വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ് കൂട്ടുകെട്ടിനെയും മോദി പരിഹസിച്ചു. ചെക്കന്മാരുടെ പടം പണ്ടേ പൊട്ടിയതാണെന്നും പൊട്ടിയ പടം വീണ്ടും റിലീസ് ചെയ്യുകയാണെന്നും മോദി ആരോപിച്ചു. കോൺഗ്രസ് SP-യുടെയും പഴയ സഖ്യം ഓർമ്മപ്പെടുത്തിയാണ് മോദി ഈ ഒരു വിഷയത്തെ പരിഹസിച്ചത്. അതേസമയം മോദി ഭരണത്തിൽ രാജ്യം കടുത്ത നിരാശയിലെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി തിരിച്ചടിച്ചു. മോദിയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കാൻ പോരാടുമെന്നും ജനാധിപത്യത്തെ ബി.ജെ.പി തകർത്തെന്നും സോണിയാഗാന്ധി ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.